UK, അയർലൻഡ് തുടങ്ങി NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള രജിസ്റ്റേർഡ് നേഴ്സസിന് എൻക്ലക്സാറിന് OSQ ഇല്ലാതെ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനായ ആഫ്ര രജിസ്ട്രേഷൻ എടുക്കുന്നതിനായിട്ടുള്ള പുതിയ പാത്വേ April 23, 2025 മുതൽ എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആപ്ലിക്കൻറ്റിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ ആ ആപ്ലിക്കൻറ്റിന് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിരിക്കില്ല വരിക. ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എഡ്യൂക്കേഷൻ. BSc ഓർ പോസ്റ്റ് BSc NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന UK, അയർലൻഡ് ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത ഒരു ആപ്ലിക്കൻ്റ് ആണ് എങ്കിൽ ആ ആപ്ലിക്കൻ്റ് എഡ്യൂക്കേഷൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ത്യ ഉൾപ്പെടെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും BSc ഓർ പോസ്റ്റ് BSc കഴിഞ്ഞ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ 2017 ജനുവരി 1 ശേഷം ഉള്ളതായിരിക്കണം. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന ഈ രാജ്യങ്ങളിൽ നിന്നുള്ള നേഴ്സിംഗ് ലൈസൻസ് ആണ്. UK, അയർലൻഡ് ഉൾപ്പെടെയുള്ള NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന ഈ രാജ്യങ്ങളിൽ അതത് രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന എക്സാംസ് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരിക്കുക. ഉദാഹരണത്തിന് UK ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ UK NMC നിർദ്ദേശിച്ചിരിക്കുന്ന ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുകയും CBT എക്സാമും OSCEയും പാസ്സായതിനു ശേഷമായിരിക്കും ഒരു ലൈസൻസ് കിട്ടുക. ഈ ഒരു പാത്വേയിലൂടെ ലൈസൻസ് എടുത്ത ആളുകൾക്കാണ് ഈ പുതിയ പാത്വേയിൽ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുക. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഈ പുതിയ പാത്വേയിൽ വർക്ക് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2017 ജനുവരി 1 ശേഷം UK, അയർലൻഡ് ഉൾപ്പെടെയുള്ള NMBA അപ്രൂവ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ 1800 മണിക്കൂറെങ്കിലും രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഈ വർക്ക് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ പിൻ നമ്പർ കിട്ടിയതിന് ശേഷം, അതായത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പിൻ നമ്പർ കിട്ടിയതിന് ശേഷം ഉള്ള എക്സ്പീരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു ആപ്ലിക്കൻ്റ് ഈ ഒരു പുതിയ പാത്വേയിൽ എലിജിബിൾ ആകുകയുള്ളൂ. എന്നിരുന്നാലും ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാത്ത രജിസ്റ്റേർഡ് നേഴ്സസിനും OB എന്ന പാത്വേയിലൂടെ, അതായത് എൻക്ലക്സാറിനും OSCEയും അറ്റൻഡ് ചെയ്ത് ആഫ്ര രജിസ്ട്രേഷൻ എടുക്കാനുള്ള പാത്വേയിലൂടെ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പുതിയ പാത്വേയിലൂടെ ആഫ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതിന് എത്ര കാലതാമസം എടുക്കുമെന്നുള്ളതാണ്. ആഫ്രയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് 1 മാസം മുതൽ 6 മാസം വരെ സമയമെടുക്കാമെന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കൻ്റ് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അസൈൻ ചെയ്യപ്പെടുന്ന കേസ് മാനേജർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ആപ്ലിക്കൻറ്റിൻ്റെയും ആപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അഡീഷണൽ ക്വയറികൾ വരാം. ഇതിനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ആപ്ലിക്കൻസിൻ്റെയും ആഫ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതിനുള്ള ഡ്യൂറേഷൻ ഡിഫറൻ്റ് ആയിരിക്കും.